അപ്പോ അഫീഫിന് വന്ന ലവ് ലെറ്റർ ഇമ്മച്ചിക്കാണ് റിസീവ് ചെയ്തത്. ഉമ്മച്ചിയാണ് റിസീവ് ചെയ്തത്. എന്താണ് ഉള്ളിൽ എഴുതിയത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. കണ്ടിട്ടില്ല. നമുക്ക് വിളിച്ചു നോക്കാം. ഇതിലെന്താ? നോക്കട്ടെ. അതൊരു മ്ലാനതയിൽ വായിച്ചതേ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഇത് ഇൻസ്റ്റാ ഐഡി വായിക്കരുത് കേട്ടോ. ഇൻസ്റ്റേഡിയം ഒക്കെ ഉണ്ടല്ലോ, വായിക്കല്ലേ. When I see you, I can't take off my eyes from that sear on your right cheek. സ്കാറിനെ പറ്റി ആദ്യമായിട്ടോ ഫസ്റ്റ് നേരത്തെ അങ്ങനത്തെ ലവ് ലെറ്റർ വന്നിട്ടുണ്ട്. സ്വീറ്റ് ലവ് being with you makes me feel so അത് അവസാനത്തെ ക്ലൂ ആണ്. അഫീഫിനൊരു ബീഡി കുറ്റി കൂടി അതിൽ അയച്ചിട്ടുണ്ടോ? അടുത്ത കുറ്റി അപ്പൊ അജ്വദിന്റേത് പുതിയ കാല പ്രണയാണ്. അജ്വദിന്റേത് ആൻഡ് മാൻ സാൻ സീൻ. ഇത് വലിച്ചോ, ഒരു പഫ് ഇട്ടിട്ട് ഇങ്ങനെ വായിക്കണം. അതിനുള്ളിൽ മോതിരൊക്കെ ഉണ്ട് ഊരാന്. യോ ഇത് സീൻ കത്താട്ട ഇമ്മ പണിയെടുത്തിട്ടുണ്ടവല്. അയ്യോ And on page 289 she fell in love. All the dreams like ഇതൊരു ബുക്കിന്റെ റെഫറൻസ് ആണ്. ആ ബുക്കിന്റെ റെഫറൻസ് ആ ഗൂഗിൾ ആൻസർ എടുക്കും. ഇത് പ്രേതകഥയാണോ? ആ ബുക്കിന്റെ 250ാമത്തെ പേജിൽ നമുക്ക് ലോങ് സ്റ്റോറി വലിയ കഥയാണ്. അപ്പൊ വലിയ ബുക്കാ ഇതേ കാരണം ചിലപ്പോ ബുക്ക് ഇറ്റ്സ് എ ലോങ് സ്റ്റോറി എടുക്കും ഗൂഗിളില്. മിക്കവാറും ബുക്ക് ഏതോ ബുക്കിന്റെ ആ ബുക്കിന്റെ പേജ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് സീനായിട്ടോ. അതിന് 39 പേജുള്ളൂ. ഇതില് BL ഉണ്ട്. ലാസ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ബൈബിൾ ലാസ്റ്റ് BL അതേപോലെ ഇനിയിപ്പോ ഓളാന്നല്ല നമ്മള് പറയണേ. ബൈബിൾ ലാസ്റ്റ് BIBL അല്ല അത് ഇൻസ്റ്റാ ഐഡി ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ അജീവത ഒന്നും കിട്ടായിട്ടുണ്ട്. ഗൂഗിൾ ലെൻസ് എടുത്തിട്ട് ട്രാൻസ്ലേഷൻ എത്ര കണ്ടതാ അജത് ഇൻസ്റ്റാ ബാലരമന്റെ റെഫറൻസ് കാരണം ഓടിക്കാൻ കഴിയുള്ളൂ. എടാ അങ്ങനെ തിരിച്ചുടി അതിന് ഇൻസ്റ്റാ ഐഡി ഇങ്ങോട്ട് കാണിക്കല്ലേ മണ്ട. അല്ല ആ കുട്ടിക്ക് പ്രശ്നമാവും. ഓലെ ഇത് വിളിച്ച് കളിക്കരുത്. പേഴ്സണൽ ഐഡന്റിറ്റി വെച്ച് കളിക്കരുത്. പോലും 299 പേജ് ഉണ്ട്. ഏതേകാരം ബുക്ക് ഡിക്ഷണറി അല്ലോ കൊറേ പേജ്. എൻസൈക്ലോപീഡിയ ഇപ്പൊ കറക്റ്റ്. എൻസൈക്ലോപീഡിയ. അപ്പൊ അഫീഫിന്റെ ചെറിയ ഷോർട്ട് ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്.